ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ബേസിക്കലി നമ്മളൊക്കെ പോലീസുകാരാ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്നത് സംശയങ്ങളായിരിക്കും. അതാ തനിക്കെങ്ങനെ തോന്നുന്നേ? അഷിതയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ പൃഥ്വി. അപ്പൊ അഷിതയുടെ ബ്രദർ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചപ്പോ തന്നെ അത് വാങ്ങിക്കൊടുത്ത് അഷിതയെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചതാവും. ഇതൊക്കെ ഞങ്ങൾ ആണുങ്ങൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാ. ഓഹോ, അങ്ങനെ എത്ര ക്യാമറ കിരൺ വാങ്ങിച്ച് ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്? എനിക്കതിനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. കിരൺ ഇത് വളരെ നോർമലായിട്ടാ ചിന്തിക്കുന്നത്. പക്ഷേ പൃഥ്വിയുടെ കാര്യത്തില് ഞാൻ ഇപ്പോഴും ഡൗട്ട്ഫുള്ളാ. അങ്ങനെ ആവണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവൻ അത്ര ക്ലിയർ അല്ല എന്ന് ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല. ഇക്കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താ നമ്മളത് സംശയത്തോടെ നോക്കൂ. കാരണം സ്വന്തം ലാഭം നോക്കാതെ ആരും ഒന്നും ചെയ്യുന്നത് ഇപ്പൊ സാധാരണമല്ല. താനിത് തലയിലിട്ട് വെറുതെ സമയം കളയണ്ട. പൃഥ്വിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നെഗറ്റീവ് മൂവ്മെന്റ് ഉണ്ടായാ നമുക്കപ്പ പിടിക്കാം. താൻ വാ. ദുർഗ, ഗൗതം ദേവിന്റെ ന്യൂസ് ഇന്ദിര ടിവിയിൽ തകർക്കുകയാണല്ലോ. സോഷ്യൽ മീഡിയ മുഴുവൻ അത് തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. ആ സ്ത്രീയുടെ മൊഴികളില് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഞാനത്ര ഡീപ്പായിട്ട് അത് ശ്രദ്ധിച്ചില്ല. കാര്യം പോലീസ് ഇടപെടലുണ്ടല്ലോ, വഴിയെ അറിയാം. ഹായ് ഹായ് ധ്വനി മോളെ. മോളെ കൊണ്ടുപോകാനേ അമ്മ വന്നില്ലേ? ചാനലിന്റെ ആവശ്യങ്ങളുമായി ചിലപ്പോ തിരക്കിലായിരിക്കും. എന്നാലും ധ്വനിമോളുടെ കാര്യത്തില് ചേച്ചി ഒരു കുറവും വരുത്തില്ല. കാറ് വരുമ്പോ ഞങ്ങള് മോളുടെ കൂടെ വീട്ടിലേക്ക് വരണോന്നാണോ? ഞങ്ങള് വേറൊരു ദിവസം വരാം കേട്ടോ. മോളെ കൊണ്ടുപോവാൻ വണ്ടി വന്നല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? രണ്ടുപേർക്ക് സുഖമല്ലേ? സുഖായിരിക്കുന്നു. അതെ അങ്കിളെ. ആണോ? മോള് വിളിച്ചില്ലേ? വിളിച്ചു. ഞങ്ങള് പിന്നെ വരാന്ന് പറഞ്ഞതാ. ഞാനും പറയാം പോരെ? ഞാൻ പറയാത്തതുകൊണ്ടാ നിങ്ങൾ വരാത്തതെന്നാ മോള് പറയുന്നത്. അങ്ങനെയല്ല മോളെ, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ സമയല്ലേ. ഞങ്ങള് അവധിയുള്ള ദിവസം വീട്ടില് വരാം. അത്ര അങ്ങ് ഓക്കെ ആയിട്ടില്ല. കിരണിനെ അന്ന് കണ്ടപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ച്. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് പരിചയമുണ്ടോ? എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ ഒരു ഓർമ്മ, വളരെ അടുപ്പമുള്ളതുപോലെ ഒരു ഫീല്.